ഇപ്പോൾ നാം പിരിയുന്നതിന് മുമ്പായി ദൈവവചനത്തിൽ നിന്ന് ഒരല്പമായ വിഷയത്തെ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഒരു വിവാഹ നിശ്ചയത്തെക്കുറിച്ച് പറയുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഒരു വിവാഹ നിശ്ചയം നടന്നു എന്നും വളരെ വ്യക്തമായി വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയെ അറിയിക്കുന്നു. ആ വിവാഹ നിശ്ചയം ഏതായിരുന്നു? നടക്കുവാൻ പോകുന്ന വിവാഹം ഏതാണ്? ദൈവത്തിന് സ്തോത്രം. അവിടെ വായിക്കുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമെന്ന തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ സുവിശേഷ ഭാഗത്ത് 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു മനുഷ്യനും നശിക്കരുത്, നിത്യനാശത്തിലേക്ക് പോകാതെ യേശുവിൽ വിശ്വാസം അർപ്പിച്ച് രക്ഷ പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ യേശു ഭൂമിയിൽ കടന്നു വന്ന മനുഷ്യന് വേണ്ടി തകർക്കപ്പെട്ടത്, അടിക്കപ്പെട്ടത്. യേശുവിന്റെ കാൽവറി മരണത്തെ നാം എടുത്തു നോക്കുമ്പോൾ അത് ദൈവിക പ്ലാനായിരുന്നു, ദൈവ ഉദ്ദേശമായിരുന്നു, ഒരു പരാജയമല്ല. വേണമെങ്കിൽ യേശുവിനെ രക്ഷപ്പെടാമായിരുന്നു. എത്രയോ പ്രാവശ്യം മരണത്തിന്റെ കരങ്ങളിൽ നിന്ന് യേശു രക്ഷപ്പെട്ടിട്ടുണ്ട്. ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ അവൻ അപ്രത്യക്ഷപ്പെട്ടു, ആരും അറിഞ്ഞില്ല. അവനെ കൊല്ലുവാൻ ഭാവിച്ച് തള്ളിയിടുവാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടതാണ്. എന്നാൽ യേശു രക്ഷപ്പെടാതെ പിതാവിന്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് കാൽവറിയിൽ മരിച്ചത് മനുകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു കാര്യം സാധ്യമാകുവാൻ യേശു കാൽവറിയിൽ മരിച്ചു എന്ന് എഫേസ്യ ലേഖനം 5-ന്റെ 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിന് തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. യേശു കാൽവറിയിൽ മരിക്കുമ്പോൾ ഒരു കാന്തയെ തനിക്ക് വേണ്ടി കണ്ടെത്തുവാൻ, തനിക്ക് വേണ്ടി മുൻനിർത്തുവാൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ യേശുവിൽ ഒരു കാന്തയെ ഉരുവാക്കുക എന്നുള്ള ആ പ്രവൃത്തി കാൽവറി ക്രൂശിൽ നടക്കുന്നു. യേശുവിന് വേണ്ടി ഒരു കാന്തയെ. വീണ്ടും നാം ദൈവത്തിന്റെ വചനത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ, അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി എന്ന് വായിക്കുന്നു. അപ്പോൾ സ്നാനം എന്നുള്ളത് ദൈവത്തിന്റെ ആലോചനയായി തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. വിവാഹം ആലോചിക്കുന്നത് പോലെ, വിവാഹാലോചന പോലെ സ്നാനത്തെ ഒരാലോചനയോട് ബന്ധപ്പെടുത്തിയാണ് ആ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി മറ്റൊന്ന്, ഒരു അച്ചാരം, വിവാഹ നിശ്ചയത്തിന് ഒരു അച്ചാരം കൊടുക്കുന്നത് പോലെ എഫേസ്യ ലേഖനം 2:14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, തന്റെ വാഗ്ദത്തത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ. ഇന്ന് വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ട് തമ്മിൽ കൊടുക്കൽ വാങ്ങലുകളൊക്കെ അതൊക്കെ രഹസ്യമായോ ഒക്കെ നടക്കുന്നുണ്ട്, പരസ്യമായി ഒന്നും നടക്കാറില്ല. എങ്കിൽ യഹൂദ നാട്ടിൽ അക്ഷരികമായി തന്നെ അച്ചാരം കൈമാറും. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ മോതിരം കൈമാറുന്നുണ്ട്, ബൈബിൾ കൈമാറുന്നുണ്ട്, പിന്നെ പണം കൈമാറുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് പോലെ വരന്റെ ഭാഗത്ത് നിന്ന് വധുവിന് ഒരച്ചാരം കൊടുക്കും. ഇപ്പോൾ തിരിച്ചാണ് സംഭവിക്കുക. വധുവിന്റെ ഭാഗത്ത് നിന്ന് വരന് ഒരച്ചാരം. ബൈബിൾ ഭാഷയിൽ നാം എടുത്തു നോക്കുമ്പോൾ ഈ അച്ചാരം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ സ്ത്രീധനമായി കൊടുക്കുന്ന, അത് വരന്റെ ഭാഗത്ത് നിന്നാണ് കൊടുക്കുന്നത്. നമ്മുടെ യേശു അതാ ചെയ്തത്. ഞാൻ പിതാവിന്റെ അടുക്കൽ പോയി വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ വാങ്ങി അയച്ചു തരാം. അങ്ങനെ നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്ന, അന്യഭാഷ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ആ അച്ചാരം സ്വന്തമാക്കുന്നു. എഫേസ്യർ 2:14 നാം അതാണ് വായിക്കുന്നത്,
അവകാശത്തിന്റെ അച്ചാരമായ ആ പരിശുദ്ധാത്മാവ്. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 4:30 വിശുദ്ധ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്: ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വാങ്ങിയതിനു ശേഷമായി പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ വീണ്ടെടുപ്പ് നാള് അല്ലെങ്കിൽ വിവാഹ ദിനം നമുക്ക് നഷ്ടമായി പോകും. ഏതാണ് വിവാഹ ദിനം? നമ്മുടെ കർത്താവായ യേശു തൻ്റെ സഭയ്ക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിയിട്ട് വേഗത്തിൽ വരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. ഈ വാക്യവും യേശു പറയുമ്പോൾ അത് യഹൂദ നാട്ടിലെ ആ പാരമ്പര്യ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞൊരു വാക്കാണ്. എന്താണ് യഹൂദ നാട്ടിലെ വിവാഹത്തോട് ബന്ധപ്പെട്ടുള്ള ആ പാരമ്പര്യം? ഒരു വരൻ തൻ്റെ ഭാര്യയെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവളെ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമായി വിവാഹത്തിന് മുമ്പ്, വിവാഹ ദിനത്തിന് മുമ്പായിട്ട് അവൻ മിടുക്കനാണ്, കഴിവുള്ളവനാണെന്ന് തെളിയിക്കുവാൻ, അവൻ്റെ അപ്പൻ്റെ വീട്ടിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അവൻ കഴിവുള്ളവനാണെന്ന് തെളിയിക്കണമെങ്കിൽ അവൻ സ്വതവേ ഒരു വീട് പണിയണം. വീട് പണിത് കഴിഞ്ഞിട്ട് ആ വീടിന്റെ പണി തീർന്നു കഴിഞ്ഞ് അവൻ അവളെ വിവാഹം കഴിക്കുവാനായി തയ്യാറാകുന്നു. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു തനിക്ക് വേണ്ടി ഒരു കാന്തയെ ഉരുവാക്കുന്ന പ്രവൃത്തി യേശു കാൽവറിയിൽ പൂർണ്ണമാക്കിയെങ്കിൽ പോകുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്: എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. തിരുവെഴുത്തിൽ നാം വായിക്കുമ്പോൾ യഹോവ സിയോനെ പണിത് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. മഹത്വത്തിൽ ഇന്ന് സ്വർഗത്തിൽ മനോഹരമായ ഭവനം പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭവനത്തിന്റെ പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് ആ പണി പൂർണ്ണമാകുമോ അന്ന് നമ്മുടെ യേശു വരും. ദൈവ വചനത്തിൽ നാം എടുത്തു നോക്കുമ്പോൾ യോഹന്നാന് ആത്മാവിൽ ആ പണിയെ ദൈവം ദർശിപ്പിക്കുന്നതായി വെളിപ്പാട് 21-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണാം. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ആ മനോഹരമായ വീടിന്റെ പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ പണി പൂർണ്ണമാകുമ്പോൾ നമ്മുടെ യേശു വരും. യേശു വരുന്നതിന്റെ മുമ്പായി ലോകത്തിൽ വിവിധ സംഭവങ്ങൾ നടക്കുന്നു. യേശു തന്നെ പറഞ്ഞതുപോലെ ആ സംഭവങ്ങൾ ഇന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ ഒക്കെ അവിടെയായി നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നമ്മുടെ യേശു വരുവാൻ സമയമായി. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ദൈവം നമ്മെ വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ യേശു മഹാകാഹളധ്വനിയോടുകൂടെ മധ്യാകാശത്തിൽ വെളിപ്പെടും. ആ മനോഹരമായ ദിനത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ നമുക്കൊരുങ്ങാം. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ആ മനോഹരമായ നാളിനെ നമ്മുടെ ആത്മാവിൽ നമുക്ക് ദർശിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. വെക്കം തൻ മണവാട്ടി ആക്കിയിടും എന്നെ അന്ന്, വെക്കം തൻ മണവാട്ടി ആക്കിയിടും എന്നെ അന്ന്, വാക്കുണ്ടെനിക്കു തൻ്റെ നീക്കമില്ലാതിനൊട്ടും, വാക്കുണ്ടെനിക്കു തൻ്റെ നീക്കമില്ലാതിനൊട്ടും, യേശു എൻ അടിസ്ഥാനം ആശ്രയാവനിലത്രേ, യേശു എൻ അടിസ്ഥാനം ആശ്രയാവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത
യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത. യേശുവിൽ കണ്ടേ ഞാനും